വണ്ടികളായിരിക്കില്ല. മറ്റേ സ്ഥിരം ഇവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾ ഇപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടേക്കണേ. പള്ളിപ്പെരുന്നാൾ വന്ന വണ്ടികൾ പോലെ തോന്നണില്ല. അത് അവിടെ കുറേ വണ്ടികൾ സ്ഥിരം പാർക്ക് ചെയ്യാറുണ്ട്. എറണാകുളം പോകണവരും മറ്റൊരു ഇതൊക്കെ ആയിട്ട്. പള്ളിപ്പെരുന്നാളിൻ്റെ കച്ചവടക്കാരുള്ളതുകൊണ്ട് അവർക്ക് അവിടെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കണായിരിക്കും. സ്ഥലത്തേക്ക് ഉള്ളിൽ പോട്ടെ. ആ ഓയിൽ ഫിലിം അത് പ്രശ്നമായി ഇതില്. അതെല്ലാം ഇതിനുണ്ടോയെന്നറിയില്ല. ഇതിലൊരു ഓയിൽ ഇത് കാണുന്നില്ലേ?
ഫിലിം പോലെ പുറത്ത് ഫോം ചെയ്യണം. അതാ മറ്റേ 3M തേച്ചാൽ കുറച്ച് പോകും, എന്നാലും ആ ഇത് ഫുള്ളായിട്ട് അത് മാറണില്ല. ടൊയോട്ടയുടെ ഗ്ലാസ്സിൽ, അതെല്ലാം ഗ്ലാസ്സിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ എണ്ണയുടെ പാട് പോലെ, ഈ ഓയിലിൻ്റെ ഒരു ഇതുപോലെ ഔട്ട് സൈഡ് ഗ്ലാസ് ഫോം ചെയ്യും. 3Mൻ്റെ ഇത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറയാറുണ്ട് നോർമലി. ഷാമ്പൂ കാർ ഗ്ലാസ് ഷാമ്പൂ തേച്ച് ടൊയോട്ടയുടെ സർവീസ് ചെയ്ത് വന്നപ്പോൾ അത് കുറഞ്ഞായിരുന്നു. അവരെന്തെങ്കിലും അത് തേച്ച് കാണുമായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഷാമ്പൂ വെച്ച് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഈ മറ്റേ ഇതൊരു റെയിനി സീസണിൽ ഓടിക്കുമ്പോഴത് നൈറ്റിൽ, റെയിനി സീസൺ പ്രശ്നമല്ല, റെയിനി സീസൺ നൈറ്റിൽ ഓടിക്കുമ്പോഴാണ് ആ ഒരു ഓയിൽ ഇതുപോലൊരു ഫോമേഷൻ ഔട്ട്സൈഡ് ദ ഗ്ലാസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇത് മാറ്റിയ നമ്മുടെ ഇത്തവണ ഇത് മാറ്റാൻ മറന്നു കേട്ടോ. നമ്മുടെ അത് വിട്ടുപോയി. വൈപ്പർ മാറ്റാറുന്നതാണെങ്കിൽ ഇത്തവണ അത് വിട്ടുപോയായിരുന്നു. വൈപ്പർ മാറ്റിയത് മാറുമെന്നറിയില്ല, പക്ഷെ ബെറ്റർ ആവുമെന്നറിയില്ല. ക്യാമറയിൽ അത് വിസിബിൾ അല്ല, നമുക്ക് കാണുന്നവർക്കത് വിസിബിളാണ്. അത് അപ്പുറം ഔട്ടറിലാണ് അത് ഫോം ചെയ്യണേ. ആ ഒരു ഓയിൽ പോലെ ഒരു വൈറ്റിഷ് ഇത് കയറി വരും ഗ്ലാസ്സിൽ. ഇതിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മുടെ വൈപ്പർ എല്ലാ കൊല്ലം മാറ്റണമല്ലെന്നാണ് നമ്മുടെ കൊച്ചപ്പൻ പറഞ്ഞതുകൊണ്ട്, റോയ് കൊച്ചപ്പൻ പണ്ട് പറഞ്ഞത് ഉള്ളി എല്ലാ കൊല്ലം വൈപ്പർ മാറ്റുന്നതാണ്. ഒരു സമ്മറും ഒരു വിൻ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈപ്പർ പോയി എന്നറിഞ്ഞു. ഒരു സമ്മറും ഒരു വിൻ്ററും ഒരു മറ്റേ റെയിനി സീസണും കഴിഞ്ഞാൽ വൈപ്പർ ഡാമേജ് ആയി എന്നാണ്. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് ആ സെയിം വൈപ്പർ യൂസ് ചെയ്യാൻ കൊള്ളില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. യൂസ് ചെയ്യാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് ഇതാവില്ല എന്ന്, ക്ലീൻ ആവില്ല എന്ന്. ഞാൻ അത്രയൊന്നും നോക്കിയിട്ടില്ല. പണ്ട് ഇതിലൊന്നും കാര്യമായിട്ട് മാറ്റിയിട്ടില്ല. ഇതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട് ഈ വണ്ടിയിൽ. 800 പുള്ളി പറഞ്ഞ പിന്നെ ഞാൻ 1-2 തവണ മാറ്റിയത് സർവീസിന് പോയപ്പോൾ. മാരുതിയുടെ സർവീസ് 5000 കിലോമീറ്ററിലായിരുന്നു. അപ്പോൾ എനിക്കൊരു 4000 1.5 കൊല്ലം വരുമായിരുന്നു. എനിക്കൊരു സർവീസ് ഒരു കൊല്ലത്തിൽ വരാറുണ്ടായിരുന്നില്ല. 5000 എൻ്റെ ഓർമ്മ ശരിയാണ്. മാരുതി 800 ആദ്യം എനിക്ക് പഴയ മാരുതി 800 സർവീസ് എല്ലാ കൊല്ലം എനിക്ക് സർവീസ് ഉണ്ടായിരുന്നില്ല. വൺസ് ഇൻ 4 ഇയേഴ്സാണ്, അല്ല വൺസ് ഇൻ 1.25 ഇയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ.